ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകുവിൻ. കർത്താവിന്റെ പഠിപ്പിക്കലുകളിൽ പ്രധാനമായ ഒന്നായിരുന്നു ഇത്. എന്നാൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പരിശുദ്ധ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പരിഭവിക്കുകയാണ്: നിങ്ങളിപ്പോൾ ശിശുക്കളെ പോലെയാണ്. കഠിന ഭക്ഷണം നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പാലാണ് തന്നത്, കാരണം നിങ്ങളിപ്പോഴും ജഡീകരാണ്. ഇതാണ് പൗലോസ് ശ്ലീഹായുടെ പരാതി. ശിശു സഹജമായ ചില ചാബല്യങ്ങൾ കൊരിന്ത്യക്കാർ പിന്തുടരുന്നത് കൊണ്ടാണ് പൗലോസ് ശ്ലീഹായ്ക്ക് ഇങ്ങനെയൊരു അഭിപ്രായം പറയേണ്ടി വന്നത്. പ്രജാതികളിൽ നിന്ന് ക്രിസ്ത്യാനികൾ ആയി മാറിയവരാണവർ. കൊരിന്ത്യയിലെ എല്ലാ മോശപ്പെട്ട സ്വഭാവവും അവരിലുണ്ടായിരുന്നു. ക്രിസ്ത്യാനി എന്ന നിലയിൽ ശിശുക്കളായിരുന്നു അവർ. അങ്ങനെ അവരെ പരിഗണിച്ച് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ക്രിസ്തുവിനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ ആത്മീയമായി ഒരു വളർച്ചയും അവർക്കുണ്ടായില്ല. പഴയ ജീവിത രീതി പിന്തുടർന്നു എന്നതാണ് പൗലോസ് ശ്ലീഹായുടെ പരാതിയുടെ അടിസ്ഥാനം. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരില്ലയോ? നിങ്ങൾക്ക് എന്ത് വളർച്ചയാണ് ഉണ്ടായത്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ ആത്മീയമായ കഠിന ഭക്ഷണം നിങ്ങൾക്ക് നൽകും? ഇതൊക്കെയാണ് പൗലോസ് ശ്ലീഹ അവരോട് ചോദിക്കുന്ന ചോദ്യം. കുട്ടികളെ പോലെ ശാഠ്യം പിടിക്കുന്നവരും എല്ലാവരാലും എനിക്ക് ശ്രദ്ധ കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഓരോന്ന് ചെയ്യുകയും അടുപ്പമുള്ളവരെ മാത്രം സ്നേഹിക്കുകയും ആശ്രയിക്കുകയും ഒക്കെ ചെയ്യുന്നത് യൗവനത്തിലും വാർദ്ധക്യത്തിലുമൊക്കെ നല്ലതല്ലല്ലോ. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനികളാണ്, അപ്പനപ്പൂപ്പന്മാരായിട്ട് വലിയ ക്രൈസ്തവ കുടുംബത്തിലുള്ളവരാണ്, ജനിച്ച കാലം മുതൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്, ഇങ്ങനെയൊക്കെ അഭിമാനിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ആത്മീയമായ വളർച്ച എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ മനുഷ്യരുടെ ഇടയിൽ പിണക്കവും ഈർഷ്യയും ഉണ്ടാക്കുകയും ഞാൻ ഇന്നയാളുടെ പക്ഷത്താണ്, അവർ മറുപക്ഷത്താണെന്ന് ചിന്തിക്കുകയും അങ്ങനെ വിഭാഗീയത ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആത്മീയമായി എവിടെയാണ് വളർച്ച ഉണ്ടാകുന്നത്? എപ്പോഴും ശൈശവാവസ്ഥയിൽ തുടരേണ്ടവർ അല്ല നാം. പാരമ്പര്യം പറയുന്നതിലും എത്ര വർഷം ക്രിസ്ത്യാനിയായി നിലനിന്നു എന്ന് വീമ്പ് പറയുന്നതിലുമല്ല കാര്യം. ആത്മീയമായി എത്ര വളർച്ച ഉണ്ടായി എന്നതാണ് പ്രധാനം. ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ പക്വത കൈവരിക്കേണ്ടിയിരിക്കുന്നു. ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ കഠിനമായ ഭക്ഷണം ദഹിക്കണമെങ്കിൽ വളർച്ച നേടിയേ തീരൂ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വീഴാതെ തളരാതെ മുൻപോട്ടു പോകുവാൻ നിൻ കൃപയൊന്നു മാത്രം മതിയെനിക്ക്. വീഴാതെ തളരാതെ മുൻപോട്ടു പോകുവാൻ നിൻ കൃപയൊന്നു മാത്രം മതിയെനിക്ക്. കാഴ്ചയാലല്ല ഞാൻ വിശ്വാസത്താലത്രേ യേശുവിൻ മുഖം നോക്കി പോയിടുന്നു. കാഴ്ചയാലല്ല ഞാൻ വിശ്വാസത്താലത്രേ യേശുവിൻ മുഖം നോക്കി പോയിടുന്നു. നിൻഹിതം പോലെന്നെ മെനഞ്ഞിടുവാൻ നിൻ കരമതിലെന്നെ നൽകിടുന്നു. വേദന ശോധന ഏറിയിടും നേരത്തിൽ വാടാതെ നിൽക്കുവാൻ കൃപ നൽകുക. വേദന